ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ നാളിതുവരെ ഇരുന്നിട്ടുള്ള ഒരാൾ അപമാനിതനായി ആട്ടിയിറക്കപ്പെട്ടു എന്ന നിലയിലാണ് രാജ്യമാകെ ചർച്ച ചെയ്യുന്നത്. അതിന് വിവിധങ്ങളായ ഉദാഹരണങ്ങളുണ്ട്. എന്നിട്ട് 13 തവണ വെങ്കയ്യ നായിഡുവിന് വിദേശത്ത് പോകുന്നതിന് വിദേശ രാജ്യങ്ങളുമായിട്ട് ഔപചാരിക ചർച്ചകൾ നടത്തുന്നതിനുള്ള അനുമതി ലഭിക്കുകയുണ്ടായി, സൗകര്യങ്ങൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ കേവലം 4 തവണ മാത്രമാണ് വിദേശത്ത് ഇദ്ദേഹത്തിന് പോകുന്നതിന് സാധിച്ചത്. അതിൽ തന്നെ പ്രോട്ടോകോൾ ലംഘനങ്ങൾ ഉണ്ടായി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കവി തല്ലുവാങ്ങിയിട്ടേ വേണ്ടത്ര പരിഗണനകൾ കിട്ടിയിട്ടില്ല, അതിന്റെ പേരിലാണ് അദ്ദേഹം രാജിവെച്ചത്. നേരത്തെ അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് രാജിവെച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം അത് എന്തൊരു യുക്തിയാണ്? വൈകുന്നേരം വരെ സഭ നിയന്ത്രിച്ചിട്ടുള്ള ആള് രാത്രി തോന്നി എനിക്ക് ആരോഗ്യമില്ല, അതുകൊണ്ട് പെട്ടെന്ന് രാജിവെച്ചേക്കാമെന്ന് വിചാരിക്കുന്ന എന്ത് യുക്തിയാണ്? 2 മാസം മുൻപാണ് ഇറാൻ യാത്ര നടന്നത്. മെയ് 22-ാം തീയതിയാണ് ഇറാൻ യാത്ര നടന്നത്. അന്ന് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 2 മാസത്തോളം അദ്ദേഹത്തിന്റെ ചുമതല മുഴുവൻ നടത്തിയതിനു ശേഷം പെട്ടെന്ന് ജൂലൈ 21-ാം തീയതി രാത്രി അദ്ദേഹത്തിന് തോന്നി ഇറാൻ യാത്രയിൽ എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടില്ല, അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് രാജിവെച്ചേക്കാന്ന്. അത് വളരെ യുക്തിയാണ് അല്ലേ? അദ്ദേഹം ചോദിക്കുന്നത് കേട്ടു, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ, എന്തായാലും BJP-കാരനാണല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങേക്ക് അത് ഓർമ്മയില്ല. അതിനാണ് ശ്രീ ജഗദീപ് ധൻഖർ കോൺഗ്രസ്സുകാരനും ആയിരുന്നു. അദ്ദേഹം ജനതാദളുകാരനായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇടതുപക്ഷം പുറമെ നിന്ന് പിന്തുണച്ചിരുന്ന ചന്ദ്രശേഖർ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം 1989 മുതൽ 91 വരെ. 91-ൽ സർക്കാർ മാറിയതിനു ശേഷം നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ അംഗമായി. കോൺഗ്രസിന് വേണ്ടിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. പിന്നെ രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MLA ആയി. അതിനുശേഷം 2003-ലാണ് അദ്ദേഹം BJP-യിലേക്ക് വരുന്നത്. 2019-ലാണ് അദ്ദേഹം ഗവർണർ ആവുന്നത്. അപ്പോൾ അദ്ദേഹം ദീർഘകാലം അദ്ദേഹം കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുള്ള അനുഭവമുണ്ട്. അദ്ദേഹത്തിന് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പാർട്ടികളെ ഉപേക്ഷിക്കാനും രാജിവെക്കാനും അത് തുറന്നു പറയാനുള്ള ആർജവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചിട്ടുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.